ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് ഞാൻ 1.5 വയസ്സ് മുതൽ ഏകദേശം 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ നിന്ന് മാറുന്നത്. അത്രയും കാലം ഞാൻ ജീവിച്ച എൻ്റെ വീടും പരിസരവും ഒക്കെ കാണാനാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ മാറാൻ കാരണം വെള്ളത്തിനും വഴിക്കുമൊക്കെ ഒരുപാട് സൗകര്യക്കുറവായിരുന്നു കേട്ടോ. വെള്ളം നമുക്ക് കിട്ടാനേ ഇല്ലായിരുന്നു, ഒരുപാട് ദൂരെ നിന്ന് വേണമായിരുന്നു കോരാനൊക്കെ പോകാനായിട്ട്. അതുകൊണ്ട് നമ്മൾ വഴി സൗകര്യമൊക്കെ നോക്കി കയറി പോകുന്നതാണ്. പുന്നിയാറ്, തള്ളക്കാനം പുന്നിയാറ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടുത്തെ വീട് നമ്മൾ കൊടുത്തിട്ടാണ് പോയത്. വീടും കുറച്ച് സ്ഥലം കൂടെ, പിന്നെയും കുറച്ച് സ്ഥലം കൂടെ നമുക്കവിടെ കിടപ്പുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളവിടെ ഇറങ്ങി പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 10-12 വർഷത്തോളം ആയിട്ടോ ഞങ്ങൾ ഈ വഴിയൊക്കെ വന്നിട്ട്. അവിടെ കുറേ പ്ലാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചക്ക കാണുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ചക്കയൊന്നും ഇല്ലായിരുന്നു. ചക്കയൊക്കെ നിൽപ്പുണ്ട്, പക്ഷേ അതിൽ മൂത്തൊന്നുമില്ല. ഞങ്ങൾ ഇടിഞ്ചക്ക പ്രായമായ ചക്കയൊക്കെ പറിച്ചുകൊണ്ട് പോന്നു കേട്ടോ. അപ്പം ഈ താഴെ കാണുന്നതാണ് ഞങ്ങൾ താമസിച്ച് ഞങ്ങളുടെ വീട്. ഒരുപാട് ഓർമ്മകളും നല്ലൊരു ബാല്യകാലവും ഒക്കെ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ വീടും പരിസരമാണ് കേട്ടോ ഇത്. എനിക്ക് എൻ്റെ ചേച്ചിയൊക്കെ ഇച്ചിരി നൊസ്റ്റാൾജിയ കൂടുതലുള്ള സൈസോടെയാണ്. അതുകൊണ്ട് ഇത്രയും പാടുപെട്ടാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങി വരാൻ കാരണം. ഞാനും പാർക്കുട്ടിനെയും കൊണ്ടാണ് പോയത്. ഇതാണ് കേട്ടോ ആ വീട്. പറമ്പൊക്കെ നോക്കാൻ വേണ്ടി ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഇവിടെ താമസമൊന്നുമില്ല. ഞങ്ങൾ വന്നപ്പോൾ വീടൊക്കെ പൂട്ടിക്കിടക്കുകയാണ്. പെയിൻ്റൊക്കെ മാറ്റിയിട്ടുണ്ട്, ജനലിൻ്റെ കളറൊക്കെ മാറ്റിയിട്ടുണ്ടെന്നല്ലാതെ ഞങ്ങളുടെ വീടിന് യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴാണ് ഈ ഒരു സാധനം എൻ്റെ കണ്ണിൽ പെടുന്നത്. ഇത് ഒരു 3-4 ദിവസം മുന്നേ ചേച്ചി ഒരു ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിരുന്നു ഇതിൻ്റെ തന്നെ. നമ്മുടെ ആട്ടുകാൽ കിഴങ്ങ് എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പന്നിപ്പച്ച എന്നാണ് കേട്ടോ. നമ്മൾ സ്ലേറ്റ് മായ്ക്കാനായിട്ട് നേഴ്സറിലൊക്കെ പോകുമ്പോൾ ഇത് കൂട്ടൊരു കഷ്ണം കയ്യിലുള്ളവൻ രാജാവാണ്. കാരണം ഇത് കൂട്ടൊരു കഷ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്ലേറ്റ് മായ്ക്കാനായിട്ട് എപ്പോഴും വെള്ളം എടുക്കാൻ പോകണ്ടല്ലോ. അപ്പോൾ ഇത് കൂട്ടൊരു കഷ്ണം എപ്പോഴും നമ്മുടെ കൈ കാണും, ഇന്നത്തെ മൈക്രോബറിന് പകരം. അപ്പോൾ ഞാൻ ഈ കിഴങ്ങ് പറിച്ചെടുത്തു. കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഒരു സൂപ്പിൻ്റെ ഒരു റെസിപ്പി ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പറിച്ചെടുത്തതാണ്. എനിക്ക് പറിച്ചെടുക്കാൻ പറ്റാത്തത് ചേട്ടായി വന്നിട്ട് എനിക്ക് ഈ കത്തിയും കൊണ്ട് കിള്ളിത്തരുന്നതാണ് കേട്ടോ. ഇത് പാറയെ പിടിച്ചിരിക്കുന്നതാണ്. പാറയെ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇലയൊന്നും പച്ചനിറമല്ല, എല്ലാം ഉണങ്ങിയ ഇലയാണ്. പക്ഷേ അതിനകത്ത് പച്ചനിറം നമ്മൾ കണ്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് പറിച്ചെടുത്തത്. ഇത് ഏത് മരത്തെ പിടിച്ചിരിക്കുന്നു ആ മരത്തിൻ്റെ ടേസ്റ്റ് വരും ഇതിൻ്റെ സൂപ്പിനെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പാറയെ നിർത്തുക. അപ്പോൾ പാറയുടെ ടേസ്റ്റ് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും വരില്ലായിരിക്കും എന്ന് വിചാരിച്ച് പറിച്ചുകൊണ്ട് പോരുന്നതാണ്. അപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന ഇലയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തു. നമ്മുടെ ഉൾവശത്ത് സാധനമുണ്ട്, കാരണം പച്ചനിറം കണ്ടല്ലോ. അങ്ങനെ ഞാനിത് കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുറേ ഭാഗമൊക്കെ ഉണങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഈ ഇത്രയും കഷ്ണം കേട്ടോ എടുത്ത് വെച്ചേക്കുന്ന സൂപ്പ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിത് ചെത്തി വൃത്തിയാക്കി എടുക്കാം. ആട്ടുംകാൽക്കിഴങ്ങ്, പടന്നൽ, പന്ന, തുടിയമ്പാളക്കിഴങ്ങ്, കിരീടപ്പന്നൽ, അങ്ങനെ കുറേ പേരുകളൊക്കെ ഇതിനുണ്ട് കേട്ടോ. ഓരോ പ്രദേശത്ത് ഓരോ പേരായിരിക്കും ഇതിന് പറയുക. ഇതിൻ്റെ സൂപ്പ് വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കൈകാൽ മുട്ട് വേദനകൾ മാറുമെന്നും സ്കിന്ന് ലിവറിനൊക്കെ അസുഖങ്ങളൊന്നും വരില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. രോമാമൃതമായ ഈ കിഴങ്ങ് ആട്ടുംകാലിനെ ഓർമ്മിപ്പിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിന് ആട്ടുകാൽ കിഴങ്ങ് എന്ന് പേര് വന്നത്. ഇനി വുഡ് ഫേൺ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത്. ഇത് നല്ല രീതിയിൽ മാർക്കറ്റുള്ള ഐറ്റം ആണെന്നാണ് കേൾക്കുന്നത്. ഇതിന് സൂപ്പൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് കിഴങ്ങും ഇങ്ങനെ വിൽക്കാനായിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സൂപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിലത്തെ എല്ലാം ചെത്തിപ്പെറുക്കി എടുത്തിട്ടുണ്ട്. കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഈ കറുത്ത നിറം കാണുന്നത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് സൂപ്പ് ഉണ്ടാക്കാൻ എടുക്കുന്നത്. അതുകൊണ്ട് ഉണങ്ങിയതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ വേണം. അത് കുറച്ച് ചുവന്നുള്ളി വേണം. ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞി ജീരകം ഉണ്ടല്ലോ അതുണ്ട്, കറിവേപ്പിലയുണ്ട്, കുരുമുളകുണ്ട്. കുരുമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ വേണ്ടത് പെരുംജീരകം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കുരുമുളക് ഇട്ടു. ഞാൻ എടുത്ത അത്രയും കുരുമുളക് ഇട്ടിട്ടില്ല കേട്ടോ ഇതിനകത്ത്. പിന്നെ ചുവന്നുള്ളി ഇട്ടു. ഇനി നമ്മുടെ ആട്ടുകാൽ കിഴങ്ങ് നമ്മൾ മുറിച്ചിട്ട് കൊടുത്തു. കറിവേപ്പില, ജീരകം, പെരുംജീരകം, ഇത്രയും സാധനം ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇത് ഇട്ടിട്ട് നമുക്ക് ഇത് വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് വെന്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ചട്ടിക്കകത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. തിള കയറിയിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് നേരം ഇത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം.
നന്നായിട്ട് വേകാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരച്ചെടുത്തുകൊണ്ട് തന്നെയും കഷ്ണത്തിനൊന്നും കട്ടിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ സമയത്ത് മട്ടൻ മസാല ഉണ്ടെങ്കിൽ ചേർക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മട്ടൻ മസാലയൊന്നും നമ്മൾ വാങ്ങിച്ച് വെക്കാത്തതുകൊണ്ട് ഞാൻ ചേർത്തൊന്നുമില്ല. ഇത് ഓയിൽ ഫ്രീ സൂപ്പാണ് കേട്ടോ, ഇതിനകത്ത് നമ്മൾ ഓയിൽ ഉൾപ്പെടുത്താറില്ല. ഇനി നമുക്കിത് പാകമായി കഴിച്ചാൽ മതി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.